Good morning to all. Last class letter math and the chapter and discuss a chapter at the problem. Devi has 3 10-rupee notes and a 1-rupee coin. Lizzie has 5 10-rupee notes and a 1-rupee coin. How much money does Devi have and Lizzie? Deviയുടെ കയ്യിൽ 3 10 രൂപ നോട്ടുകളും ഒരു 1 രൂപ കോയിനും ഉണ്ട്. ലിസിയുടെ കയ്യിൽ 5 10 രൂപ നോട്ടുകളും ഒരു 1 രൂപ കോയിനും ഉണ്ട്. അങ്ങനെയെങ്കിൽ രവിയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, ലിസിയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? ഓക്കെ, അപ്പോൾ നോക്കാം. രവിയുടെ കയ്യിൽ 10 rupee നോട്ട്സ് എത്രയുണ്ട്? 3 10 rupee നോട്ട്സ് ഉണ്ട്. 1 rupee കോയിൻ ഒരെണ്ണമുണ്ട്. ഇനി ലിസിയുടെ കയ്യിലോ 5 10 rupee നോട്ട്സും ഒരു 1 രൂപ കോയിനും ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ രണ്ടുപേരുടെയുള്ള ടോട്ടൽ എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, 3 10 രൂപ നോട്ടുണ്ടെങ്കിൽ എന്ന് പറയാം 3 into 10 30 രൂപയുണ്ട്, ശരിയല്ലേ? അതിന്റെ കൂടെ ഓരോ 1 രൂപയും കൂടെ ഉണ്ട്. 5 10 rupee നോട്ടുണ്ടെങ്കിലോ 5 into 10 rupees 50 rupees ഉണ്ട്. അതിന്റെ കൂടെ ഒന്നുകൂടെ ഉണ്ട്, അതായത് 30 plus 1 and 50 plus 1, അതായത് ടോട്ടൽ രവിയുടെ കയ്യിൽ 31 rupeesഉം ലിസിയുടെ കയ്യിൽ 51 rupeesഉം ഉണ്ട്, ശരിയല്ലേ? അതായത് എന്ത് ചെയ്തു? 3 10 rupee നോട്ട്സ് എന്ന് പറയുമ്പോൾ എത്രയാവും? 3 into 10 ഒരു 1 രൂപ നമ്മൾ അതിന്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുക. ആൻഡ് 5 10 rupee നോട്ട് ആകുമ്പോൾ 5 into 10 അതിന്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 51. ഓക്കെ, അപ്പോൾ അതായത് രവിയുടെ ടോട്ടൽ എത്രയുണ്ട്? 31 rupees ആൻഡ് ലിസിയുടെ കയ്യിൽ 51 rupees. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? അങ്ങനെയെങ്കിൽ ജനറൽ ആയിട്ട് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറച്ച് 10 രൂപ നോട്ടുകളുണ്ട്, ഒരു 1 രൂപ കോയിനുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിനെ ജനറൽ ആയിട്ട് പറയാം? ജനറൽ ആയിട്ട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 10 രൂപ നോട്ടിന്റെ എണ്ണം നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്തെടുത്തു? ലെറ്റ് ടി ബി ദ നമ്പർ ഓഫ് 10 rupee നോട്ട്സ്. ഓക്കെ, നമ്മൾ എന്തെടുത്തു? ടി എന്ന് പറയുന്നത് 10 രൂപ നോട്ടുകളുടെ എണ്ണമാണെന്ന് അങ്ങ് എടുത്തു. ഓക്കെ, എൻ്റെ കയ്യിൽ കുറച്ച് 10 രൂപ നോട്ടുകളും ഓരോ 1 രൂപ കോയിൻ ഉണ്ടെന്ന് പറഞ്ഞത്. അതായത് എന്താവും? എൻ്റെ കയ്യിൽ എത്രയാവും? ഒരു 10 രൂപ നോട്ട് ഉണ്ടെങ്കിൽ എത്രയാവും? 10 രൂപയാവും. ടി 10 രൂപ നോട്ട് ഉണ്ടെങ്കിലോ ടി into 10 ആവും. അതിന്റെ കൂടെ 1 രൂപയും ഉണ്ട്, അതായത് 10t plus 1. ഇതാണ് എൻ്റെ ജനറൽ ഫോം. എൻ്റെ കയ്യിൽ ടി 10 rupee നോട്ട്സും ഒരു 1 രൂപ കോയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ജനറൽ ഫോം എന്താവും? 10t plus 1. അതായത് ടി എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള 10 രൂപ നോട്ടുകളുടെ എണ്ണം എന്നെടുത്താൽ എൻ്റെ കയ്യിലുള്ള ആകെ രൂപ എത്രയായിരിക്കും? ടോട്ടൽ മീൻസ് 10t plus 1, ശരിയല്ലേ? ഇനി എൻ്റെ കയ്യിലുള്ള കോയിൻസിന്റെ എണ്ണം എനിക്കറിയത്തില്ല. അതായത് എൻ്റെ കുറച്ച് 10 രൂപ നോട്ടും ഉണ്ട്, എൻ്റെ കുറച്ച് കോയിനും ഉണ്ട്. അങ്ങനെയെങ്കിൽ ടോട്ടൽ എന്തായിരിക്കും? അപ്പൊ അതിനെ നമ്മൾ എടുത്തു ടി എന്ന് പറയുന്നത് 10 രൂപ നോട്ടുകൾ എണ്ണാണ്. അടുത്തെടുക്കാൻ പോകണം നമ്മൾ ലെറ്റ് സി ബി ദ നമ്പർ ഓഫ് കോയിൻസ്. എൻ്റെ കയ്യിലുള്ള കോയിനുകളുടെ എണ്ണം സി എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം? നമുക്ക് ഈ 1ന്റെ പ്ലേസിൽ നിന്ന് എന്ത് കൊടുക്കാം? 10t plus c, ശരിയല്ലേ? എൻ്റെ കുറച്ച് 10 രൂപ നോട്ടും ഒരു 1 രൂപയുള്ളപ്പോൾ നമ്മൾ എന്തെടുത്തു? 10t plus 1. എൻ്റെ കുറച്ച് 10 രൂപ നോട്ടും കുറച്ച് കോയിനും ഉണ്ടെങ്കിൽ എൻ്റെ ഉള്ള ആകെ എമൗണ്ട് എത്രയായിരിക്കും? 10t plus c. ഇനി ഒന്നുകൂടി എടുക്കാൻ പോകണം. എൻ്റെ ഉള്ള ടോട്ടൽ എമൗണ്ടിനെ എ എന്ന് എടുത്താൽ എ ബി ദ ടോട്ടൽ എമൗണ്ട് എന്ന് കൂടി എടുത്താൽ എന്തായിട്ട് മാറും? എന്ത് പറയാം? A is equal to 10t plus c. എന്തുകൊണ്ടാണ് A is equal to 10t plus c എന്ന് എടുത്തത്? Let A be the total amount and T be the number of 10 rupee notes, C be the number of coins, then total amount A is equal to 10t plus c. T 10 rupee notes ഉണ്ടെങ്കിൽ എത്ര രൂപയാവും? 20 rupees ആവും. C കോയിൻസ് ഉണ്ടെങ്കിലോ അതിലൂടെ 20 plus c എന്നാവും. ആ എമൗണ്ടിനാണ് A എന്ന് പേര് കൊടുക്കുന്നതെങ്കിൽ ടോട്ടൽ എമൗണ്ട് A is equal to 10t plus c എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. How much money does 8 10 rupee notes and 2 5 rupee notes make? What about 7 10 rupee notes and 4 5 rupee notes? ഓക്കെ, എൻ്റെ കയ്യിൽ 8 10 രൂപ നോട്ടും 2 5 രൂപ നോട്ടും ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര എമൗണ്ട് ആവും? അതുപോലെ തന്നെ 7 10 രൂപ നോട്ടും 5 രൂപ നോട്ടും ആണെങ്കിൽ 4 5 രൂപ നോട്ടും ആണെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര രൂപ ടോട്ടൽ ഉണ്ടാവും? ഓക്കെ, ഇനി അതിൻ്റെ ഫസ്റ്റ് പാർട്ട്
How do we say the relation between the number of 10 rupee notes, the number of 5 rupee notes and the total amount? 10 രൂപ നോട്ടുകളുടെ എണ്ണവും 5 രൂപ നോട്ടുകളുടെ എണ്ണവും ടോട്ടൽ എമൗണ്ടും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ പറയാം? Second part, taking the number of 10 rupee notes as T, the number of 5 rupee notes as F, and the total amount as A. How do we write the relation between T, F and A? 10 രൂപ നോട്ടുകളുടെ എണ്ണത്തിനെ T എന്നും 5 രൂപ നോട്ടുകളുടെ എണ്ണത്തിനെ F എന്നും ടോട്ടൽ എമൗണ്ടിനെ A എന്നും റെപ്രസെന്റ് ചെയ്താൽ അല്ലെ പേര് കൊടുത്താൽ ടിയും എഫും എയും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തുക. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പറഞ്ഞ എന്തായിരുന്നു? എൻ്റെ 8 10 rupee notes and 2 5 rupee notes ഉണ്ടെങ്കിൽ ടോട്ടൽ എന്തായിരിക്കും എന്ന് പറയാം. 8 10 രൂപ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താവും? 8 into 10 പ്ലസ് 2 5 rupee notes എന്ന് പറയുമ്പോഴോ 2 into 5. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 80 plus 10 90 rupees. എൻ്റെ 8 10 രൂപ നോട്ട് 2 5 രൂപ നോട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ടോട്ടൽ എത്ര എമൗണ്ട് ആവും? 90 rupees. ഓക്കെ, നെക്സ്റ്റ് എൻ്റെ 7 10 rupee നോട്ട്സും 4 5 rupee നോട്ട്സും ഉണ്ടെങ്കിൽ ടോട്ടൽ എന്താവും? 7 into 10 plus 4 into 5. 7 into 10 70 രൂപ. 4 into 5 20. എത്ര വരും? 70 plus 20. അപ്പോഴും എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടാവും? 90 rupees. ഓക്കെ, ഇതായിരുന്നു ആദ്യമേ ചോദിച്ചത്. ഇനി ചോദിച്ചത് എന്തായിരുന്നു? എൻ്റെ കയ്യിൽ 10 രൂപ നോട്ടുകളുടെ എണ്ണവും 5 രൂപ നോട്ടുകളുടെ എണ്ണവും ടോട്ടൽ എമൗണ്ട് തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ഓക്കെ, അപ്പൊ എന്ത് പറയാം? ടോട്ടൽ എമൗണ്ട് ആലോചിച്ച് നോക്കി. ഇവിടെ എന്താ എഴുതിയത്? ടോട്ടൽ എമൗണ്ട് കിട്ടിയത് എങ്ങനെയാ? 10 രൂപ നോട്ടിന്റെ എണ്ണത്തിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതും 5 രൂപ നോട്ടിന്റെ എണ്ണത്തിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതും തമ്മിൽ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ടോട്ടൽ എമൗണ്ട് കിട്ടിയത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ടോട്ടൽ എമൗണ്ട് ഈസ് ദ സം ഓഫ് 10 times the number of 10 rupee notes and 5 times the number of 4 rupee notes. Okay, അതായത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് is the sum of 10 times the number of 10 rupee notes and 5 times the number of 5 rupee notes. ശരിയല്ലേ? ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 10 രൂപ നോട്ടുകളുടെ എണ്ണത്തിന്റെ 10 ടൈംസും 5 രൂപ നോട്ടുകളുടെ എണ്ണത്തിന്റെ 5 ടൈംസും ആഡ് ചെയ്യുന്നതാണ്, കൂട്ടുന്നതാണ്. ശരിയല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞ എന്താണ്? 10 രൂപ നോട്ടുകളുടെ എണ്ണത്തിനെ ടി എന്നും 10 രൂപ നോട്ടുകളുടെ നമ്പർ ഓഫ് 10 rupee notes ടി എന്നും നമ്പർ ഓഫ് 5 rupee notes എഫ് എന്നും ടോട്ടൽ എമൗണ്ട് എ എന്നും എടുത്താൽ എയും എഫും ടിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇത് വെച്ച് തന്നെ എന്ന് പറയാം. A is equal to 10 times 10 rupee notes. 10 times number of 10 rupee notes എന്ന് പറഞ്ഞാൽ എന്താണ്? 10 into t. അതും 5 times number of 5 rupee notes 5x. അത് തമ്മിൽ സം ചെയ്യുന്നതാണ്. അതായത് A is equal to 10t plus 5f. ഇതാണ് റിലേഷൻ. നോക്കിക്കേ, t എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് 10 rupee note, f എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് 5 rupee notes, a എന്ന് പറയുന്നതാണ് ടോട്ടൽ എമൗണ്ട്. അതായത് നമ്പർ ഓഫ് 10 rupee നോട്ട്സിന്റെ 10 ടൈംസ് 10t, നമ്പർ ഓഫ് 5 rupee നോട്ട്സിന്റെ 5 ടൈംസ് 5f. അത് തമ്മിൽ സം ചെയ്യുന്നു. അതാണ് പ്ലസ് വന്നത്. സം ഓഫ് 10 times the number of 10 rupee notes and 5 times the number of 5 rupee notes is the total amount. Okay, ഇതാണ് ഇവിടുത്തെ റിലേഷൻ. നെക്സ്റ്റ് വൺ, the price of a pen is 7 rupees and the price of a notebook is 12 rupees. ഒരു പേനയുടെ വില 7 രൂപയും ഒരു നോട്ട്ബുക്കിന്റെ വില 12 രൂപയുമാണ്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, what is the total price of 5 pens and 6 notebooks? അങ്ങനെയെങ്കിൽ 5 പേനയ്ക്കും 6 നോട്ട്ബുക്കിനും കൂടി ആകെ എത്ര രൂപയാണ്? സെക്കൻഡ് പാർട്ട്, what about 12 pens and 7 notebooks?
അങ്ങനെയാണെങ്കിൽ 12 പേനയ്ക്കും 7 നോട്ട്ബുക്സും കൂടെ ആകെ എത്രയാണ്? തേർഡ് പാർട്ട്, what is the relation between the number of pens, the number of books and the total price? അതായത് പേനകളുടെ എണ്ണവും ബുക്കുകളുടെ എണ്ണവും ടോട്ടൽ പ്രൈസും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ലാസ്റ്റ് പാർട്ട്, taking the number of pens as P, the number of notebooks as N and the total price as T, how do we write the relation between them? പേനകളുടെ എണ്ണത്തിനെ P എന്നും നോട്ട്ബുക്കുകളുടെ എണ്ണത്തിനെ N എന്നും ടോട്ടൽ പ്രൈസിനെ T എന്നും റെപ്രസെന്റ് ചെയ്താൽ N-ഉം T-യും P-യും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് പറഞ്ഞ എന്തായിരുന്നു? ഒരു പേനയുടെ വില 7 രൂപ. ഓക്കെ, പ്രൈസ് ഓഫ് എ പെൻ 7 rupees, പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് 12 rupees. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് പാർട്ട് ചോദിച്ചാൽ എന്തായിരുന്നു? 5 പേനയ്ക്ക് 6 നോട്ട്ബുക്കിനൂടെ ആകെ വില എന്താണ്? പ്രൈസ് ഓഫ് ചോദിച്ചെന്തായിരുന്നു? 5 പേനയ്ക്ക് പ്രൈസ് ഓഫ് 5 pens and price of 6 notebooks. 5 പേനയ്ക്കും 6 നോട്ട്ബുക്കിനൂടെ ആകെ വില എന്താണ്? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? ഇതിനായിട്ട് സമയം ചെയ്താൽ പോലെ എന്ന് പറയാം. ഫസ്റ്റ് പ്രൈസ് ഓഫ് 5 pens എന്ന് പറഞ്ഞാൽ എന്താണ്? 5 into 7 35. ഓക്കെ, അങ്ങനെയെങ്കിൽ പ്രൈസ് ഓഫ് 6 നോട്ട്ബുക്സ്, ഒരു നോട്ട്ബുക്കിന് എന്താണ്? 12 rupees ആണ്. 6 into 12 72. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എന്ന് പറയാം, ടോട്ടൽ ഈസ് ഈക്വൽ ടു 35 plus 72 which is equal to 107 rupees. ഓക്കെ, 6 നോട്ട്ബുക്കിനും 5 പേനയ്ക്കും കൂടെ ആകെ എത്രയാവും? 107 rupees. ഈ സെക്കൻഡ് പാർട്ട് ചോദിച്ചത് എന്താണ്? 12 പേനയ്ക്ക് 7 പെൻ, 12 pens and 7 notebook. 12 പേനയ്ക്കും 7 നോട്ട്ബുക്കിനും കൂടെ ആകെ എത്ര രൂപയാവും? ഇതാണ് ചോദിച്ചത്. ഓക്കെ, ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. 12 പേനയ്ക്കും 7 നോട്ട്ബുക്കിനും കൂടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ടോട്ടൽ ചെയ്താൽ പോകും. ടോട്ടൽ ഈസ് ഈക്വൽ ടു, നോക്കുക, 12 പേന എന്ന് പറഞ്ഞാൽ ഒരു പേനയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചത് എന്താ? ഒരു പേനയുടെ വില 5, അങ്ങനെ എത്ര അല്ല, ഒരു പേനയുടെ വില 7, അങ്ങനെ 5 പേന ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്താണ്? 12 pens ഉണ്ട്. അങ്ങനെയെങ്കിൽ എന്ത് പറയാം? 12 into ഒരു പേനയുടെ വില എത്ര? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി എത്ര നോട്ട്ബുക്സ് ഉണ്ട്? 7 നോട്ട്ബുക്ക് ഉണ്ട്. ഒരു നോട്ട്ബുക്കിന്റെ പ്രൈസ് എത്രയാണ്? 12 rupees. നോട്ട്ബുക്കിന്റെ എണ്ണമായ 7 കൊണ്ട് ഒരു നോട്ട്ബുക്കിന്റെ പ്രൈസ് എത്രയായിരുന്നു? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടും? 12 into 7 84. 7 into 12 84. ടോട്ടൽ 168 rupees. ഓക്കെ, ഇനി അങ്ങനെയെങ്കിൽ നമുക്ക് ഈ റിലേഷൻ എന്ത് പറയാം? പേനയുടെ എണ്ണവും നോട്ട്ബുക്കുകളും നോട്ട്ബുക്കിന്റെ എണ്ണവും പേനയുടെ എണ്ണവും ടോട്ടൽ പ്രൈസ് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഈ പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ എമൗണ്ട് ഈസ് 7 times the number of pens and 12 times the number of notebooks. ശരിയല്ലേ? നോട്ട്ബുക്കിന്റെ എണ്ണത്തിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും പേനകളുടെ എണ്ണത്തിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ എമൗണ്ട് കിട്ടുന്നത്. ശരിയല്ലേ? ഈ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നോക്കിക്കേ, നോട്ട്ബുക്കിന്റെ എണ്ണമായ 5 കൊണ്ട് 7നെ മൾട്ടിപ്ലൈ ചെയ്തതും പെന്നിന്റെ എണ്ണമായ 5 കൊണ്ട് 7നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും നോട്ട്ബുക്കിന്റെ എണ്ണമായ 6 കൊണ്ട് 12നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും തമ്മിൽ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ടോട്ടൽ എമൗണ്ട് കിട്ടിയത്. ശരിയല്ലേ? ഓക്കെ, അത് തന്നെയാണ് സെക്കൻഡ് കേസിൽ നമ്മൾ എഴുതിയത്. പേനകളുടെ എണ്ണമായ 12നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതും നോട്ട്ബുക്കുകളുടെ എണ്ണമായ 7നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതും തമ്മിൽ ആഡ് ചെയ്താണ് നമുക്ക് എന്ത് കിട്ടിയത്? ടോട്ടൽ എമൗണ്ട് കിട്ടിയത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ പ്രോബ്ലത്തിലെ ടോട്ടൽ എമൗണ്ട് ഈസ് ദ സം ഓഫ് 7 times the number of pens and 12 times the number of notebook. ഓക്കെ, മനസ്സിലായോ? ഇനി ലാസ്റ്റ് പറഞ്ഞ എന്തായിരുന്നു? പേനകളുടെ എണ്ണത്തിനെ P എന്നും നോട്ട്ബുക്കുകളുടെ എണ്ണത്തിനെ N എന്നും ടോട്ടൽ എമൗണ്ടിനെ T എന്നും എടുത്താൽ അത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഓക്കെ, എന്താ? പെൻസിന്റെ എണ്ണത്തിനെ P എന്നും നോട്ട്ബുക്കുകളുടെ എണ്ണത്തിനെ N എന്നും ടോട്ടൽ എമൗണ്ടിനെ T എന്നും എടുക്കുക. ഓക്കെ,
അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ടോട്ടൽ ടി ഈസ് ഈക്വൽ ടു നോട്ട് പേനുകളുടെ എണ്ണമായ എന്താണ്? പി. പി ഇൻറ്റു ഒരു പേനയുടെ വില എന്തായിരുന്നു? 5 പ്ലസ് 7 പ്ലസ് നോട്ട്ബുക്കിന്റെ എണ്ണം എന്തായിരുന്നു? n. ടോട്ടൽ അതിന് എത്ര നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു? n നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. ഒരു നോട്ട്ബുക്കിന്റെ വില എന്താണ്? 12. അപ്പൊ എന്ത് പറയാം? ടി ഈസ് ഈക്വൽ ടു 7p പ്ലസ് 12n. ഓക്കെ, അടുത്ത റിലേഷൻ എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു 7p പ്ലസ് 12n. ടി എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട്, പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പെൻ, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് നോട്ട്ബുക്ക്. അപ്പൊ ടി ഈസ് ഈക്വൽ ടു 7p പ്ലസ് 12n. ഇവിടെ നോക്കുക, ഇവിടെ ഈ 12ന്റെ സ്ഥാനത്ത് p വന്നു, 7ന്റെ സ്ഥാനത്ത് n വന്നു. നോക്കുക, ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. What length of wire is needed to make a triangle of side 10 centimeters each? To make a square of side 10 centimeters. എന്തുമാത്രം നീളമുള്ള വയർ ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു സൈഡ് 10 സെന്റിമീറ്റർ ഉള്ള ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു സൈഡ് 10 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ ഉണ്ടാക്കാൻ നമുക്ക് എത്രമാത്രം ലെങ്ത് ഉള്ള വയർ വേണ്ടിവരും? ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. What is the total length needed to make 5 such triangles and 6 such squares? അങ്ങനെയുള്ള 5 ട്രയാങ്കിളും 6 സ്ക്വയറും ഉണ്ടാക്കാൻ നമുക്ക് ടോട്ടൽ എന്തുമാത്രം ലെങ്ത് വേണ്ടിവരും? സെക്കൻഡ് പാർട്ട്. വാട്ട് അബൌട്ട് 4 triangles and 3 square? അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള 4 ട്രയാങ്കിളും 3 സ്ക്വയറും ഉണ്ടാക്കാൻ നമുക്ക് എന്തുമാത്രം നീളമുള്ള വയർ വേണ്ടിവരും? തേർഡ് പാർട്ട്. What is the relation between the number of triangles, the number of squares and the total length of wire? ട്രയാങ്കിളിന്റെ എണ്ണവും സ്ക്വയറിന്റെ എണ്ണവും ആകെ വേണ്ട വയറിന്റെ ലെങ്തും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ലാസ്റ്റ് പാർട്ട്. Taking the number of triangles as t, the number of squares as s and the total length as l, how do we write the relation between ts and l? Okay, അതായത് ട്രയാങ്കിളിന്റെ എണ്ണത്തിന് t എന്നും സ്ക്വയർസിന്റെ എണ്ണത്തിന് s എന്നും ടോട്ടൽ ലെങ്തിന് l എന്നും റെപ്രസെന്റ് ചെയ്താൽ ടിയും എസും എല്ലും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തുക. ഓക്കെ, 10 സെന്റിമീറ്റർ വീതം സൈഡുള്ള ഒരു ട്രയാങ്കിൾ നിർമ്മിക്കാൻ നമുക്ക് ആകെ എത്ര സെന്റിമീറ്റർ ലെങ്ത് ഉള്ള വയർ വേണ്ടി വരും? ഓക്കെ, നോക്കുക. 10 സെന്റിമീറ്റർ സൈഡ്സ്, 10 സെന്റിമീറ്റർ സൈഡ്സ് ഉള്ള ട്രയാങ്കിൾ ആണ് വേണ്ടത്. അപ്പൊ എല്ലാ സൈഡിലും 10 സെന്റിമീറ്റർ വീതമുള്ള ഒരു ട്രയാങ്കിൾ നിർമ്മിക്കാൻ എത്ര സെന്റിമീറ്റർ ലെങ്ത് ഉള്ള വയർ വേണ്ടി വരും? ഓക്കെ, അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം? എല്ലാ സൈഡും 10 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ട്രയാങ്കിളിലെ പെരിമീറ്റർ എന്തായിരിക്കും? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എന്ത് വരും? 3 × 10. ഒരു സൈഡ് 10 ആണെങ്കിൽ 3 ഒരേ സൈഡ് അല്ലേ, ഒരേ ലെങ്ത് ആണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 3 × 10 30 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ്. Each sides 10 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ നിർമ്മിക്കാം. സ്ക്വയറിന്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡും ഒരുപോലെയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്താണ്? സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 × ലെങ്ത് ഓഫ് സൈഡ്, അതായത് 4 × 10. ഒരു സ്ക്വയർ നിർമ്മിക്കാൻ നമുക്ക് എത്ര സെന്റിമീറ്റർ വേണം? 40 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള വയർ വേണം. ഇതായിരുന്നു ആദ്യമേ കണ്ടുപിടിക്കാൻ ചോദിച്ചത്. അപ്പം 30 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള വയർ കൊണ്ട് നമുക്ക് ഒരു ട്രയാങ്കിളും 40 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു വയർ കൊണ്ട് ഒരു സ്ക്വയറും നിർമ്മിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ 5 ട്രയാങ്കിളും 6 സ്ക്വയർ നിർമ്മിക്കാൻ ആകെ എത്ര ലെങ്ത് വേണം? ഓക്കെ, ലെങ്ത് ഓഫ് വയർ needed to make 5 triangles. 5 ട്രയാങ്കിൾ നിർമ്മിക്കാൻ വേണ്ട ലെങ്ത്. ഒരു ട്രയാങ്കിൾ നിർമ്മിക്കാൻ എത്രയാണ് വേണ്ടത്? 30 സെന്റിമീറ്റർ. ആണെങ്കിൽ 5 എണ്ണം നിർമ്മിക്കാനോ? 150 സെന്റിമീറ്റർ. ഓക്കെ, അങ്ങനെയെങ്കിൽ ലെങ്ത് ഓഫ് വയർ നീഡഡ് ടു മേക്ക് 6 സ്ക്വയേഴ്സ്. 6 സ്ക്വയേഴ്സ് നിർമ്മിക്കാൻ എത്ര ലെങ്ത് വേണം? ഓക്കെ, ഒരെണ്ണത്തിന് വേണ്ടി എത്രയായിരുന്നു? 40 സെന്റിമീറ്റർ. അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 240 സെന്റിമീറ്റർ ലെങ്തുള്ള വയർ വേണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതായിരുന്നു ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട്. 4 ട്രയാങ്കിളും 3 സ്ക്വയർ. അപ്പൊ ടോട്ടൽ ലെങ്ത് ഇനി നോക്കുക. ഇതിന് രണ്ടിനെയും ടോട്ടൽ എടുത്താണ് നമുക്ക് ആകെ കിട്ടുന്നത്. 5 ട്രയാങ്കിളും
ആർ സ്ക്വയർ വൈ. ഇനി എന്ത് ചെയ്യാം? ഇത് രണ്ടിനും കൂടെ ടോട്ടൽ ആണ്. ടോട്ടൽ ലെങ്ത് നീഡഡ് എന്ത് ചെയ്യാം? രണ്ടും കൂടെ ആഡ് ചെയ്യുക. 150 പ്ലസ് 240 ഇപ്പൊ എത്ര വരും? 390 സെന്റിമീറ്റർ. നമുക്ക് ആകെ വേണ്ടത് എത്രയാണ്? 390 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള വയറാണ് വേണ്ടത്. എന്ത്? ഒരു 5 ട്രയാങ്കിളും 6 സ്ക്വയർ എന്ന് പറയും. ഇനി വേണ്ടത് എന്താണ്? ടോട്ടൽ ലെങ്ത് നീഡഡ് ടു മേക്ക് എത്ര ട്രയാങ്കിൾ ആയി? 4 ട്രയാങ്കിളും 3 സ്ക്വയർ. 4 ട്രയാങ്കിൾസ് ആൻഡ് 3 സ്ക്വയർസ്. 4 ട്രയാങ്കിളും 3 സ്ക്വയർ നിർമ്മിക്കുക. ഇവിടെ നോക്കുക, 5 ട്രയാങ്കിളും 6 സ്ക്വയർ നിർമ്മിക്കാൻ വേണ്ട എങ്ങനെ കണ്ടുപിടിച്ച്? ഒരു ട്രയാങ്കിളിന്റെ വേണ്ട ലെങ്തിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു സ്ക്വയർ നിർമ്മിക്കാൻ വേണ്ട വയറിന്റെ ലെങ്തിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, തമ്മിൽ ആഡ് ചെയ്ത. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? 4 ട്രയാങ്കിൾ നിർമ്മിക്കാൻ വേണ്ട ലെങ്ത് എന്താണ്? 4 × 30. അതും 5 സ്ക്വയർ 3 സ്ക്വയർ നിർമ്മിക്കാൻ വേണ്ട എന്താണ്? 3 × 40. അത് തമ്മിൽ ആ കിട്ടുന്ന രണ്ട് ലെങ്ത് തമ്മിൽ ആഡ് ചെയ്യുന്നാൽ, അതായത് 4 ട്രയാങ്കിൾസ് നിർമ്മിക്കാൻ വേണ്ട വയറിന്റെ ലെങ്തും 3 സ്ക്വയർസ് നിർമ്മിക്കാൻ വേണ്ട വയറിന്റെ ലെങ്തും തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് എന്ത്? ടോട്ടൽ ലെങ്ത് എന്നാണ്. അതായത് എന്ത് കിട്ടും? 120 പ്ലസ് 120 240 സെന്റിമീറ്റർ. അപ്പം 3 ട്രയാങ്കിൾ നിർമ്മിക്കാനും അല്ല 4 ട്രയാങ്കിൾ നിർമ്മിക്കാൻ 4 ട്രയാങ്കിളും 3 സ്ക്വയർ നിർമ്മിക്കാൻ വേണ്ട ടോട്ടൽ ലെങ്ത് എന്താണ്? 240 സെന്റിമീറ്റർ. ഇനി എന്തായിരുന്നു ചോദിച്ചത്? ഈ ടോട്ടൽ ലെങ്തും ട്രയാങ്കിൾസിന്റെ എണ്ണവും സ്ക്വയർസിന്റെ എണ്ണവും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തുക. ടോട്ടൽ ലെങ്ത് ഈസ് ദ സം ഓഫ് 30 times the number of triangles and 40 times the number of squares. ശരിയല്ലേ? ട്രയാങ്കിളിന്റെ എണ്ണത്തിന്റെ 30 ടൈംസും സ്ക്വയർസിന്റെ എണ്ണത്തിന്റെ 40 ടൈംസും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സം ഓഫ് എന്ത് പറയാം ഇവിടെ? ടോട്ടൽ ലെങ്ത് ഈസ് ദ സം ഓഫ് total length is the sum of 30 times the number of triangles and 40 times the number of squares. Okay, ശരിയല്ലേ? ഇനി ട്രയാങ്കിൾസിന്റെ എണ്ണത്തിനെ T എന്നും number of triangles as let number of triangles is T and number of squares as S, total length as L അങ്ങനെ പേര് കൊടുത്താൽ, അതായത് ട്രയാങ്കിളിന്റെ എണ്ണത്തിനെ ത്രികോണങ്ങളുടെ എണ്ണത്തിനെ T എന്നും സ്ക്വയറിന്റെ എണ്ണത്തിനെ S എന്നും ടോട്ടൽ ലെങ്തിനെ L എന്നും കൊടുത്താൽ നമുക്ക് എന്ത് പറയാം? L is equal to 30 times the number of triangles plus 40 times the number of squares തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് sum of 30 times the number of triangles 40 times the number of squares. ഓക്കെ, അതായത് ടോട്ടൽ ലെങ്ത് L is equal to 30 times the number of triangles and 40 times the number of squares തമ്മിൽ ആഡ് ചെയ്യുന്നത്. അതായത് sum of 30 times the number of triangles and 40 times the number of squares. അതായത് T എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ എണ്ണവും S എന്ന് പറയുന്നത് സ്ക്വയറിന്റെ എണ്ണവും L എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്തും ആണെങ്കിൽ L is equal to 30T plus 40S. ഇതാണ് ഇവിടുത്തെ റിലേഷൻ. ഇനി നമ്മൾ അറിയാവുന്ന ഒരു കാര്യം തന്നെ, ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുക. നമ്മൾ 3 സെന്റിമീറ്റർ എടുത്തും 4 സെന്റിമീറ്റർ ലെങ്തും ഉള്ള ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുക. എന്താണ് ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്യുന്നത്. ശരിയല്ലേ? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 4 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 3, അതായത് 2 തവണ 4ഉം 2 തവണ 3ഉം ആഡ് ചെയ്യുന്നു. റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നതല്ലേ? ശരിയല്ലേ? എന്ന് പറയാം 8 പ്ലസ് 6 14. ശരിയല്ലേ? ഓക്കെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പെരിമീറ്റർ ഇങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? ഡയറക്റ്റ് ആയിട്ട് ഈ വരുന്ന സംഭവം എന്താണ്? 2 × 4 പ്ലസ് 3, 2 തവണ ഒരു തവണ ലെങ്തും ബ്രെഡ്ത്തും തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിന്റെ 2 ടൈംസ് എടുക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയും കിട്ടും. 2 × 7 40. രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അറിയാവുന്ന കാര്യം തന്നെയാണ്, ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് L സെന്റിമീറ്ററും ബ്രെഡ്ത്ത് B സെന്റിമീറ്ററും ആണെങ്കിൽ ആ റെക്ടാങ്കിളിന്റെ പെരിമീറ്ററിനെ P എന്നും റെപ്രസെന്റ് ചെയ്താൽ പെരിമീറ്റർ P is equal to 2 ×
L plus B. ഇങ്ങനെ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുള്ളതാണ്. അത് എങ്ങനെ കിട്ടിയതെന്ന് ഇവിടെ പറഞ്ഞേ ഉള്ളൂ. അതായത് ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്ററിനെ P എന്നും ലെങ്തിനെ L എന്നും ബ്രെഡ്ത്തിനെ B എന്നും കൊടുത്താൽ ആ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ is equal to 2 into L plus B. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. There are 25 children in one room and 35 in another. 5 biscuits are to be given to each. How many biscuits are needed? ഒരു റൂമിൽ 25 കുട്ടികളും മറ്റൊരു റൂമിൽ 35 കുട്ടികളും ഉണ്ട്. ഓരോ കുട്ടികൾക്കും 5 ബിസ്ക്കറ്റ് വീതം കൊടുക്കണമെങ്കിൽ നമുക്ക് എത്ര ബിസ്ക്കറ്റ്സ് വേണ്ടിവരും? ഫസ്റ്റ് പാർട്ട്, വാട്ട് ഈഫ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ആർ 20 and 40? കുട്ടികളുടെ എണ്ണം ഒന്നാമത്തെ റൂമിൽ 20, രണ്ടാമത്തെ റൂമിൽ 40 ആണെങ്കിൽ നമുക്ക് വേണ്ടി വരുന്ന ബിസ്ക്കറ്റിന്റെ എണ്ണം എന്താണ്? സെക്കൻഡ് പാർട്ട്, if we take the number of children in the first room as F, in the second room as S, and the total number of biscuits as T, in what always can we write the relation between F, S and T? What if each is given 6 biscuits instead of 5? നമ്മൾ ഫസ്റ്റ് റൂമിലുള്ള കുട്ടികളുടെ എണ്ണത്തിന് F എന്നും സെക്കൻഡ് റൂമിലുള്ള കുട്ടികളുടെ എണ്ണത്തിന് S എന്നും ആകെ വേണ്ടി വരുന്ന ബിസ്ക്കറ്റിന്റെ എണ്ണത്തിന് T എന്നും എടുത്താൽ F, S ഉം T യും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തുക. അങ്ങനെയെങ്കിൽ 5 ബിസ്ക്കറ്റ്സിന് പകരം 6 ബിസ്ക്കറ്റ്സ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ 5 ബിസ്ക്കറ്റിന് പകരം 6 ബിസ്ക്കറ്റ് ആണ് കൊടുക്കണമെങ്കിൽ ടോട്ടൽ വേണ്ട ബിസ്ക്കറ്റിന്റെ എണ്ണം എന്താണ്? Third part, if the number of biscuits given to each is taken as B, in what always can we write the relation between F, S, T and B? ഇനി നമ്മൾ ബിസ്ക്കറ്റ്സിന്റെ എണ്ണത്തിനെയും B എന്നും റെപ്രസെന്റ് ചെയ്താൽ F ഉം S ഉം T യും B യും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തുക. ഓക്കെ, രണ്ട് റൂമുണ്ട്. അതിൽ ഒന്നാമത്തെ റൂമിൽ 25 ചിൽഡ്രൻസ് ഉണ്ട്, രണ്ടാമത്തെ റൂമിൽ 35 ചിൽഡ്രൻ ഉണ്ട്. ഇങ്ങനെ രണ്ട് റൂം ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. രണ്ട് റൂമിൽ ഒന്നാമത്തെ റൂമിൽ 25 കുട്ടികളും രണ്ടാമത്തെ റൂമിൽ 35 കുട്ടികളുണ്ട്. ഓക്കെ, നമുക്ക് ഈ എല്ലാ കുട്ടികൾക്കും 5 ബിസ്ക്കറ്റ്സ് വീതം കൊടുക്കണമെങ്കിൽ ടോട്ടൽ എത്ര ബിസ്ക്കറ്റ്സ് വേണ്ടി വരും എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൂമിൽ കൊടുക്കേണ്ട ബിസ്ക്കറ്റിന്റെ എണ്ണം. ഓക്കെ, അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നാമത്തെ റൂമിലുള്ള കുട്ടികളുടെ എണ്ണം എന്താണ്? 25. അപ്പൊ എന്ത് കണ്ടുപിടിക്കാം? Number of biscuits needed for 25 children. Number of biscuits needed for 25 children. ഒരാൾക്ക് എത്ര ബിസ്ക്കറ്റ് വീതം കൊടുക്കുന്ന പറഞ്ഞേ? 5 ബിസ്ക്കറ്റ്സ് കൊടുക്കും. ഓക്കെ, 5 into 5 125. ഒന്നാമത്തെ റൂമിലുള്ള കുട്ടികൾക്ക് വേണ്ടി എത്ര വേണം? 125 ബിസ്ക്കറ്റ്സ് ആണ്. ഇനി number of biscuits needed for 35 children. രണ്ടാമത്തെ റൂം. ഓക്കെ, അപ്പൊ എന്താ കണ്ടുപിടിക്കാം? 35 into 5 135 sorry 175 ബിസ്ക്കറ്റ്സ് ആണ്. ഓക്കെ, ഇനി ടോട്ടൽ ബിസ്ക്കറ്റ്സ് നീഡഡ് ആകെ വേണ്ട ബിസ്ക്കറ്റുകളുടെ എണ്ണം 125 plus 175 300. ഓക്കെ, ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ രണ്ടാമത് എന്താ കണ്ടുപിടിക്കാം? ടോട്ടൽ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? 25 plus 35 is equal to 60. ഒരാൾക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റിന്റെ എണ്ണം എത്രയാണ്? 5 ആണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ബിസ്ക്കറ്റ്സ് നീഡഡ് ഒരാൾക്ക് 5 എണ്ണം വീതം 60 കുട്ടികൾക്ക് എത്രയാവും? 6 × 5 30 300. അങ്ങനെയും കണ്ടുപിടിക്കാം. ഒന്നാമത്തെ റൂമിൽ വേണ്ട ബിസ്ക്കറ്റിന്റെ എണ്ണവും രണ്ടാമത്തെ റൂമിൽ വേണ്ട ബിസ്ക്കറ്റിന്റെ എണ്ണം കണ്ടുപിടിച്ചിട്ട് തമ്മിൽ ആഡ് ചെയ്യും. അല്ലെങ്കിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം കൂട്ടിയിട്ട് ടോട്ടൽ ബിസ്ക്കറ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇങ്ങനെയും കണ്ടുപിടിക്കാം. രണ്ടാമത്തെ പ്രോബ്ലം, ഒന്നാമത്തെ റൂമിൽ 20 കുട്ടികളും രണ്ടാമത്തെ റൂമിൽ 40 കുട്ടികളും ആണെങ്കിൽ ടോട്ടൽ വേണ്ട ബിസ്ക്കറ്റുകളുടെ എണ്ണം കണ്ടെത്തുക. ഒന്നാമത്തെ റൂമിൽ വേണ്ട കുട്ടികളുടെ എണ്ണം 20, രണ്ടാമത്തെ റൂമിലെ കുട്ടികളുടെ എണ്ണം 40 ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ 20 plus 40 60. ഓരോ കുട്ടികൾക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റിന്റെ എണ്ണം എത്രയാണ്? 5 ആണ്. അങ്ങനെയെങ്കിൽ കണ്ടുപിടിക്കാം ടോട്ടൽ ബിസ്ക്കറ്റ് നീഡഡ്. എന്ത് കണ്ടുപിടിക്കുക? 60 into 5 300. അവിടെയും വേണ്ട ബിസ്ക്കറ്റിന്റെ എണ്ണം എന്താണ്? 300. ഇനി സെക്കൻഡ് പാർട്ട്, ഫസ്റ്റ് റൂമിലുള്ള കുട്ടികളുടെ എണ്ണത്തിന് F എന്ന് ലെറ്റ്
ഫസ്റ്റ് റൂമിലുള്ള കുട്ടികളുടെ എണ്ണത്തിന് എഫ് എന്നും സെക്കൻഡ് റൂമിലുള്ള കുട്ടികളുടെ എണ്ണത്തിന് എസ് എന്നും കൊടുത്താൽ എഫ് എസും ടോട്ടൽ വേണ്ട ബിസ്ക്കറ്റിന്റെ എണ്ണത്തിന് ടി എന്നും കൊടുത്താൽ ടോട്ടലിനെ ടി എന്നും കൊടുത്താൽ എഫ് എസും ടിയും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തുക. അതായത് ലെറ്റ് എഫ് ബി ദ നമ്പർ ഓഫ് children in the first room and S be the number of children in the second room and total is T. T be the number of total number of biscuit. അങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ എഫ് എസും ടിയും തമ്മിലുള്ള റിലേഷൻ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചു ടോട്ടൽ കുട്ടികളുടെ എണ്ണം എന്താണ്? ഫസ്റ്റ് റൂമിലെ എഫും സെക്കൻഡ് റൂമിലെ കുട്ടികളുടെ എണ്ണം എസും. ഇനി ഇത് തമ്മിൽ കൂട്ടിയിട്ട് എന്താണ് കണ്ടുപിടിച്ചത്? അതിന്റെ 5 ടൈംസ്. ഇതെന്ന് പറഞ്ഞാൽ എന്ത്? ടോട്ടൽ വേണ്ട അതിനെല്ലാം കണ്ടുപിടിച്ചേ. ആകെ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിച്ചു, അതിന്റെ 5 ടൈംസ് എടുത്തു. അതാണ് എഫ് പ്ലസ് എസ് ഇൻറ്റു 5. അതാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ടി ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു എഫ് പ്ലസ് എസ്. ഇതാണ് ടിയും എഫ് എസും തമ്മിലുള്ള റിലേഷൻ. അതായത് ടോട്ടൽ കുട്ടികളുടെ എണ്ണത്തിനെ ടി എന്നും ടോട്ടൽ ബിസ്ക്കറ്റ്സിന്റെ എണ്ണത്തിനെ ടി എന്നും ഒന്നാമത്തെ റൂമിലെ കുട്ടികളുടെ എണ്ണത്തിന് എഫ് എന്നും രണ്ടാമത്തെ റൂമിലെ കുട്ടികളുടെ എണ്ണത്തിന് എസ് എന്നും എടുത്താൽ T is equal to 5 into F plus S. ഇതാണ് ടിയും എഫും എസും തമ്മിലുള്ള റിലേഷൻ. ഇനി കുട്ടികൾ കൊടുക്കുന്ന ബിസ്ക്കറ്റിന്റെ എണ്ണം ഈ പ്രോബ്ലത്തിൽ ചോദിച്ചായിരുന്നു. 6 ആയിരുന്നു എങ്കിൽ കുട്ടികളുടെ എണ്ണം അല്ലെ ബിസ്ക്കറ്റിന് ഒരാൾ കൊടുക്കുന്ന ബിസ്ക്കറ്റിന്റെ എണ്ണം 5 മാറും 6 ആണെങ്കിൽ എങ്ങനെ മാറും റിലേഷൻ? T is equal to 6 into F plus S. അവിടെയും കുട്ടികളുടെ എണ്ണം തമ്മിൽ കൂട്ടിയിട്ട് അതിന്റെ 6 ടൈം എടുത്തു. അതാണ് ടോട്ടൽ എന്ന് പറയുന്നത്. ഇനി ബിസ്ക്കറ്റ്സിന്റെ എണ്ണത്തിനെ ബി എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പോവാ. ടോട്ടലിനെ ടി എന്നും ബിസ്ക്കറ്റിനെ ബി എന്നും റെപ്രസെന്റ് ചെയ്താൽ ടോട്ടൽ എന്ത് വരും? ടി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എഫ് പ്ലസ് എസ്. ഇതാണ് ടോട്ടൽ ബിസ്ക്കറ്റ്സിന്റെ എണ്ണമായ ടിയും ബിസ്ക്കറ്റ്സിന്റെ എണ്ണമായ ഒരാൾ കൊടുക്കുന്ന ബിസ്ക്കറ്റിന്റെ എണ്ണമായ ബിയും ഫസ്റ്റ് റൂമിലെ കുട്ടികളുടെ എണ്ണമായ എഫും സെക്കൻഡ് റൂമിലെ കുട്ടികളുടെ എണ്ണമായ എസും തമ്മിലുള്ള റിലേഷൻ. എന്ത് പറയാൻ നമുക്ക്? ടോട്ടൽ നമ്പർ ഓഫ് ബിസ്ക്കറ്റ്സ് ഈസ് ബി ടൈംസ് ദ സം ഓഫ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റൂം. ടി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എഫ് പ്ലസ് എസ്. ഇതാണ് ഇവിടുത്തെ റിലേഷൻ. നെക്സ്റ്റ് വൺ, ഇൻ ദ പിക്ചർ എം ഈസ് ദ പോയിന്റ് റൈറ്റ് അറ്റ് ദ മിഡിൽ ഓഫ് എ സി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ എം? If a 5 cm long line is extended by 4 cm, at what distance from an end point of longer line is the point exactly at its middle? What if a 7.5 cm long line is extended by 2.5 cm? That part, a line of length L cm is extended by E centimeters. The midpoint of long line is m centimeters away from one of its endpoints. What is the relation between L, E and M? Okay. Picture നോക്കിക്കേ, എന്താ പറയുന്നത്? In the picture, M is the point right at the middle of AC. M എന്ന് പറയുന്ന പോയിന്റ് AC എന്ന് പറഞ്ഞ ലൈനിന്റെ മിഡ് പോയിന്റ് ആണ്. അതായത് M എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരും? ഇവിടെ വരും. ഇവിടെയാണ് M എന്ന് പറയുന്ന പോയിന്റ്. M എന്ന് പറയുന്ന പോയിന്റ് AC യുടെ മിഡ് പോയിന്റ് ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AM? A തൊട്ട് M വരെയുള്ള ലെങ്ത് കണ്ടെത്തുക. ഓക്കെ, അതായത് തന്നിരിക്കുന്നത് AB എന്ന് പറഞ്ഞ ലൈൻ 6 cm ഉണ്ടെന്നും BC എന്ന് പറഞ്ഞ ലൈൻ 2 cm ഉണ്ടെന്നും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ലൈനിനെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ടോട്ടൽ വരുന്നത് എന്താണ്? എ തൊട്ട് സി വരെയുള്ള ടോട്ടൽ ലെങ്ത് എന്തായിരിക്കും? AC ഈസ് ഈക്വൽ ടു എന്താണ്? 6 + 2 8 cm ആണ്. AC യുടെ മിഡിൽ ആണ് M എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ AM എന്തായിരിക്കും? AM ഈസ് മിഡ് പോയിന്റ് ഓഫ് AC എന്ന് തന്നിട്ടുണ്ട്. ശരിയല്ലേ? അതായത് അപ്പൊ AM ന്റെ ലെങ്ത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ എന്താണ് ലെങ്ത് ഓഫ് AM? എന്താ തന്നിട്ടുണ്ട്? AC യുടെ മിഡ് പോയിന്റ് ആണ്. AC എന്ന് പറഞ്ഞാൽ 6 + 2 cm ആണ്. അതായത് 8 cm ആണ്. അതിന്റെ ഹാഫ് ആണ്. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പകുതിയാണ്. അതിന്റെ മീനിങ് എന്താ? AM ഈസ് ഈക്വൽ ടു 4 cm. ശരിയല്ലേ? അതായത് AC എന്ന് പറഞ്ഞ ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് M എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ AC യുടെ ലെങ്ത് എന്താണ്? 6 + 2 8 cm. അതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ AC യുടെ പകുതി, അതായത്
6 plus 2 by 2 അതായത് 8 by 2 which is equal to 4 cm. AMന്റെ ലെങ്ത് എന്താണ്? 4 cm. ഇതാണ് ആദ്യമേ ചോദിച്ചത്. ഇനി if a 5 cm long line is extended by 4 cm at what distance from the end point of longer line is the point exactly at its middle? അതായത് 5 cm ലെങ്ത് ഉള്ള ഒരു ലൈൻ 4 cm എക്സ്റ്റെൻഡ് ചെയ്തു. നോക്കുക, 5 cm ലെങ്ത് ഉള്ള ഒരു ലൈൻ 4 cm കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ വലിയ ലൈനിന്റെ ലെങ്ത് എന്തായിരിക്കും? ഇവിടെ തൊട്ട് ഇവിടം വരെ 5 cm ആണ്, ഇവിടെ തൊട്ട് ഇവിടം വരെ 4 cm ആണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ലെങ്ത് എന്തായിരിക്കും? ഇവിടെ നമ്മൾ പി ക്യു ആർ എന്ന് പേര് കൊടുത്താൽ പി ആർ എന്തായിരിക്കും? പി ആർ ഈസ് ഈക്വൽ ടു 5 പ്ലസ് 4 9 cm. ഇനി ഇതിന്റെ മിഡ് പോയിന്റ്, അതായത് പിയിൽ നിന്നോ ആറിൽ നിന്നോ അതിന്റെ മിഡ് പോയിന്റിലോട്ടുള്ള ലെങ്ത് എന്തായിരിക്കും? മിഡ് പോയിന്റ് ഓഫ് പി ആർ എന്ന് പറയുന്നത് എവിടെ വരും? ഇതിന്റെ മിഡ് പോയിന്റ് വരുമ്പോൾ എന്ത് വരും? 5 പ്ലസ് 4ന്റെ അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? എസ് ഈസ് മിഡ് പോയിന്റ് ഓഫ് പി ആർ എന്ന് കൊടുത്തു. ഞാൻ എന്ത് പറയാം? പി എസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? പി ആറിന്റെ പകുതിയാണെന്ന് പറയാം. ശരിയല്ലേ? പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? 9 ആണ്. 9ന്റെ പകുതി, അതായത് എന്ത് പറയാം? എസിന്റെ ലെങ്ത്, അതായത് ഈ മിഡ് പോയിന്റ് എസ് എന്ന് കൊടുത്താൽ പി എസിന്റെ ലെങ്ത് എന്തായിരിക്കും? 4.5, അല്ലെങ്കിൽ എസ് ആർ എന്തായിരിക്കും? 4.5 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അടുത്ത പാർട്ട് 7.5 cm ലെങ്ത് ലൈൻ 2.5 cm എക്സ്റ്റെൻഡ് ചെയ്താൽ മിഡ് പോയിന്റ് എവിടെ വരും? ഓക്കെ, നോക്കുക, ഇങ്ങനെ 7.5 cm ലെങ്ത് ഉള്ള ലൈൻ ഉണ്ടായിരുന്നു. ആ ലൈൻ 2.5 cm കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെയെങ്കിൽ ആ ലൈനിന്റെ മിഡ് പോയിന്റ് രണ്ട് എൻഡിൽ നിന്നും ആ വലിയ ലൈനിന്റെ മിഡ് പോയിന്റ് എവിടെ വരും? അതായത് ഇതിനെ നമ്മൾ എ ബി സി എന്ന് കൊടുത്തു, ഇതിന്റെ മിഡ് പോയിന്റിനെ ഡി എന്നും കൊടുത്തു. അങ്ങനെയെങ്കിൽ എ ഡിയുടെ നീളം അല്ലെങ്കിൽ ഡി സിയുടെ നീളം എത്രയാണെന്ന് കണ്ടെത്തുന്നത്. അപ്പൊ നോക്കുക, എ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 7.5 പ്ലസ് 2.5, ശരിയല്ലേ? എത്ര കിട്ടും? 10 cm. ഇനി എ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എ സിയുടെ മിഡ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ എ സിയുടെ പകുതി ആയിരിക്കും, അതായത് 10/2 which is equal to 5 cm. അതായത് എ ഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 5 cm ആണ്. നോക്കുക, ചോദിച്ചതായാലും 7.5 cm ലെങ്ത് ലൈൻ 2.5 എക്സ്റ്റെൻഡ് ചെയ്താൽ ആ വലിയ ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് ഡി എങ്കിൽ എയിൽ നിന്ന് ഡിയിലോട്ടുള്ള ഡിസ്റ്റൻസോ അല്ലെങ്കിൽ സിയിൽ നിന്ന് ഡിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 5 cm ആയിരിക്കും. കാരണം എ സി എന്ന് പറഞ്ഞാൽ 10 cm ആണ്, അതിന്റെ മിഡ് പോയിന്റ് ആണ് ഡി എങ്കിൽ എ ഡി എന്തായിരിക്കും? എ സിയുടെ പകുതി ആയിരിക്കും. അപ്പൊ എന്ത് കിട്ടും? 5 cm. ലാസ്റ്റ് പാർട്ട്, നമ്മൾ L സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ ഈ സെന്റിമീറ്ററും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. L സെന്റിമീറ്റർ ഉള്ള ലൈൻ ഈ സെന്റിമീറ്ററും കൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ ആ വലിയ ലൈനിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വലിയ ലൈൻ എന്ന് പറയുന്നത് ആ വലിയ ലൈനിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് എത്ര സെന്റിമീറ്റർ അകലെയായിരിക്കും ആ വലിയ ലൈനിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്? ആ മിഡ് പോയിന്റിനും തന്നിട്ടുണ്ട്. എന്താണ്? മിഡ് പോയിന്റിനെ എം എന്ന് എടുത്താൽ എം എൽ എം അല്ലെങ്കിൽ എം ഇ, ഈ രണ്ട് എൻഡ് പോയിന്റിലും എം എത്ര സെന്റിമീറ്റർ അകലെയായിരിക്കും എന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ എന്താ? ഒരു L സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ ഈ സെന്റിമീറ്ററോടെ എക്സ്റ്റെൻഡ് ചെയ്താൽ ആ കിട്ടുന്ന വലിയ ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് എം എങ്കിൽ എല്ലും എമ്മും ഇയും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തുക. ഈ പ്രോബ്ലത്തിൽ നോക്കുക, 7.5 cm ലെങ്തുള്ള ലൈൻ 2.5 cm എക്സ്റ്റെൻഡ് ചെയ്താൽ ആ മിഡ് പോയിന്റ് എവിടെയായിരുന്നു? ആ വലിയ ലൈൻ മിഡ് പോയിന്റ് എവിടെയായിരുന്നു? എൻഡ് പോയിന്റിൽ നിന്ന് 5 cm ആയില്ല. എങ്ങനെ കിട്ടിയത്? 7.5 2.5 കൂട്ടിയിട്ട് അതിന്റെ പകുതി കിട്ടും. അങ്ങനെയെങ്കിൽ ഈ മിഡ് പോയിന്റ് എം എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ അകലെയായിരിക്കും? എല്ലാം എം എന്ന് പറയുന്നത് ഈ രണ്ട് ലൈനും കൂടെ കൂട്ടി, രണ്ട് ലൈനിന്റെ ലെങ്ത് കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കുന്നിടത്തായിരിക്കും അതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് എം ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എൽ പ്ലസ് സി അല്ലെങ്കിൽ എൽ പ്ലസ് സി ബൈ എൽ പ്ലസ് ഇ ഡിവൈഡഡ് ബൈ 2. ഇതാണ് എല്ലും എമ്മും ഇയും തമ്മിലുള്ള റിലേഷൻ. നെക്സ്റ്റ് വൺ, the length of a rectangle is 4 cm and its breadth is 3 cm. The length is increased by 2 cm to make a larger rectangle. ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത് 4 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 3 സെന്റിമീറ്ററും ആണ്. അതിന്റെ ലെങ്ത് മാത്രം 2 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ലാർജർ റെക്ടാംഗിൾ ഉണ്ടാക്കി. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ലാർജർ റെക്ടാംഗിൾ? ആ വലിയ റെക്ടാംഗിളിന്റെ ഏരിയ എന്താവും? അതായത് 2 സെന്റിമീറ്റർ ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ഉണ്ടാക്കുന്ന
വലിയ റെക്ടാങ്കിളിന്റെ ഏരിയ എന്താവും? അത് പിക്ചർ തന്നിട്ടുണ്ട്, നോക്കുക. ഇനി അങ്ങനെയെങ്കിൽ if the length is increased by 3 cm, 2 cm ഇൻക്രീസ് ചെയ്യുന്നതിന് പകരം 3 cm ഇൻക്രീസ് ചെയ്താൽ ആ വലിയ റെക്ടാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? സെക്കൻഡ് പാർട്ട്, taking the length and breadth of the original rectangle as L centimeters and B centimeters, the increase in length as I centimeters and the area of the larger rectangle as A square centimeters. In what always can we write the relation between L, B, I and A? അതായത് ഒരു റെക്ടാങ്കിളിന്റെ ഒറിജിനൽ ലെങ്ത് എല്ലും ബിയും ആ റെക്ടാങ്കിളിൽ ഇൻക്രീസ് ചെയ്യുന്ന ലെങ്തിന്റെ ലെങ്ത് I സെന്റിമീറ്റർ എന്നും ഏരിയയെ A എന്നും എടുത്താൽ A സ്ക്വയർ സെന്റിമീറ്റർ എന്നും എടുത്താൽ എല്ലും ഐയും ബിയും എയും തമ്മിലുള്ള റിലേഷൻ എടുത്താൽ ഇവിടെ പറയാം. ഒരു റെക്ടാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും L സെന്റിമീറ്റർ എന്നും B സെന്റിമീറ്റർ എന്നും ആ റെക്ടാങ്കിളിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും I സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നതെന്നും എങ്കിൽ എടുത്താൽ ആ റെക്ടാങ്കിളിന്റെ ഏരിയ A സ്ക്വയർ സെന്റിമീറ്റർ എന്നും എടുത്താൽ എല്ലും ബിയും ഐയും എയും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തുക. ഓക്കെ, നമുക്ക് ഫസ്റ്റിലെ പ്രോബ്ലത്തിലോട്ട് പോവാം. പ്രോബ്ലത്തിൽ രണ്ട് റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. എന്തായിരുന്നു? 3 സെന്റിമീറ്ററും 3 സെന്റിമീറ്റർ ബ്രെഡ്ത്തും 4 സെന്റിമീറ്റർ ലെങ്തും ഉള്ള റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. ആ റെക്ടാങ്കിളിന്റെ ലെങ്ത് മാത്രം 2 സെന്റിമീറ്ററും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് പിന്നെ 3ഉം 4ഉം സെന്റിമീറ്റർ ലെങ്ത് ഉള്ള റെക്ടാങ്കിൾ ആണ്. അതിന്റെ ലെങ്ത് മാത്രം 2 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്താൽ ആ വലിയ റെക്ടാങ്കിളിലെ ഏരിയ എന്തായിരിക്കും? എങ്ങനെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം? ഫസ്റ്റ് റെക്ടാങ്കിൾ ഏരിയ എന്താണ്? 4 × 3, ഏരിയ ഈസ് ഈക്വൽ ടു 4 × 3, 12 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 12 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി വലിയ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്തായിട്ട് മാറും? 4 + 2 6 സെന്റിമീറ്റർ ആവും. ബ്രെഡ്ത്ത് അപ്പോൾ എന്ത് തന്നെയാണ്? 3 സെന്റിമീറ്റർ. അങ്ങനെയെങ്കിൽ ഏരിയ എന്താവും? ഏരിയ ഈസ് ഈക്വൽ ടു LB 6 × 3, L × B ആണ്. അപ്പോൾ എന്ത് കിട്ടും? 18 സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ, വലിയ റെക്ടാങ്കിൾ ഏരിയ എന്ന് കിട്ടി 18 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി ആ റെക്ടാങ്കിളിന്റെ ലെങ്ത് 2 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് പകരം 4 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്താൽ ഏരിയ എന്തായിരിക്കും? അവിടെ ലെങ്ത് എന്താണ്? 4 + 3 7, ബ്രെഡ്ത്ത് എന്താണ്? 3 സെന്റിമീറ്റർ. അങ്ങനെയെങ്കിൽ ഏരിയ എന്തായിരിക്കും? ഏരിയ ഈസ് ഈക്വൽ ടു 7 × 3 21 സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ആദ്യമേ എന്ത് പറഞ്ഞു? 4 സെന്റിമീറ്റർ ലെങ്തും 3 സെന്റിമീറ്റർ ബ്രെഡ്ത്തുള്ള റെക്ടാങ്കിൾ ലെങ്ത് മാത്രം 2 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് വലിയ റെക്ടാങ്കിൾ ഉണ്ടാക്കി. എങ്കിൽ ആ വലിയ റെക്ടാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? 4 + 2, അപ്പൊ ലെങ്ത് എന്തായിട്ട് മാറി? 6 ആയിട്ട് മാറി. അങ്ങനെയെങ്കിൽ 6 × 3 18 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി 2 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന വരെ 3 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് എന്തായിട്ട് മാറി? ലെങ്ത് 7 സെന്റിമീറ്റർ ആവും. ബ്രെഡ്ത്ത് എന്താവും? 3 സെന്റിമീറ്റർ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഏരിയ എന്താവും? 7 × 3 21 സ്ക്വയർ സെന്റിമീറ്റർ. ലാസ്റ്റ് പാർട്ട് പറയുന്നതാണ് L സെന്റിമീറ്ററും B സെന്റിമീറ്ററും ലെങ്തും ബ്രെഡ്ത്തും ഉള്ള റെക്ടാങ്കിൾ I സെന്റിമീറ്റർ ലെങ്ത് മാത്രം ഇൻക്രീസ് ചെയ്താൽ അതിന്റെ ഏരിയ A സ്ക്വയർ സെന്റിമീറ്റർ ആണ് എങ്കിൽ എയും എല്ലും ബിയും ഐയും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തുക. ലെങ്തും ബ്രെഡ്ത്തും എല്ലും ബിയും ആണെങ്കിൽ ഏരിയ എ എന്ന് എടുത്താൽ ഏരിയ എന്തായിരിക്കും? ഏരിയ ഈസ് ഈക്വൽ ടു L × B. ശരിയല്ലേ? LB എന്ന് കിട്ടും. ഇനി അങ്ങനെയെങ്കിൽ ലെങ്തും ബ്രെഡ്ത്തും ഇവിടെ നോക്കുക. ബ്രെഡ്ത്ത് എന്ത് തന്നെയാണ്? B തന്നെയാണ്. ലെങ്ത് എന്തായിട്ട് മാറും? L + I ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇവിടെ ലെങ്ത് എന്താവും? ലെങ്ത് L + I, ബ്രെഡ്ത്തോ? ബ്രെഡ്ത്ത് B തന്നെ. അങ്ങനെയെങ്കിൽ ഏരിയ എന്താ തന്നിട്ടുണ്ട്? ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് × ബ്രെഡ്. ഇവിടെ എന്താണ് ഏരിയ എന്ന് പറയുന്നത്? A സ്ക്വയർ സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ലെങ്ത് എന്താണ്? L + I, ബ്രെഡ്ത്ത് B തന്നെയാണ്. അതായത് ഇവിടുത്തെ എയും എല്ലും ഐയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? A സ്ക്വയർ, അതായത് L + I × B ഈസ് ഈക്വൽ ടു A സ്ക്വയർ സെന്റിമീറ്റർ. ഇതാണ് ഇവിടുത്തെ എല്ലും ഐയും ബിയും എയും തമ്മിലുള്ള റിലേഷൻ. ലെങ്ത് ബിയും ലെങ്ത് എല്ലും ബി ബ്രെഡ്ത്ത് ബിയും ഉള്ള ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് മാത്രം I സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്താൽ ആ വലിയ ലാർജർ റെക്ടാങ്കിളിന്റെ ഏരിയ A സ്ക്വയർ സെന്റിമീറ്റർ എന്ന് എടുത്താൽ എയും എല്ലും ബിയും ആയി തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇവിടെ ലെങ്ത് എന്താണ്? L + I ആണ്. ബ്രെഡ്ത്ത് B എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്താവും? ലെങ്തിന്റെ ബ്രെഡ്ത്ത് എന്നുള്ള ഇക്വേഷൻ വെച്ച് ഏരിയ തന്നിട്ട് A സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഏരിയ A സ്ക്വയർ സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു L + I × B. ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? L + I എന്നുള്ളതാണ് ടോട്ടൽ ലെങ്ത്. അത് ബ്രെഡ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് L + I × B ഈസ് ഈക്വൽ ടു A സ്ക്വയർ സെന്റിമീറ്റർ അല്ലെങ്കിൽ A ഈസ് ഈക്വൽ ടു L + I × B. ഇതാണ് ഇവിടുത്തെ റിലേഷൻ. ഇതോടുകൂടി ഈ ചാപ്റ്റർ
എൻഡ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.